ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSC സ്വാഗതം. നമ്മളിന്ന് വിവിധ കമ്മീഷനുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, കമ്മീഷനുകളിൽ നിന്ന് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞത് ഒരു ക്വസ്റ്റ്യനെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. സാധാരണ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. 2005 ഡിസംബർ 19 നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസും നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായരുമാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ഇങ്ങനൊരു വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകാൻ കാരണമായ ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അപ്പോൾ 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. നിലവിലത് വിവരാവകാശം നിലവിലെ ആരാണ്? V ഹരിനായർ. വിവരാവകാശം V ഹരിനായർ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹിയാണ്. അംഗങ്ങളുടെ എണ്ണം പരമാവധി 11 പേരാണ്. കാലാവധി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പോലെ തന്നെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യം വിവരാവകാശ കമ്മീഷണർ വജ്ജഹത്ത് ഹബീബുള്ളയാണ്. ഇപ്പോഴത്തത് ഹീരാലാൽ സമരിയ. അപ്പം ഓർത്തു വെച്ചേക്കുക, 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം മാക്സിമം 11. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ വജ്ജഹത്ത് ഹബീബുള്ള. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇനി അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാണ് V രാമസുബ്രഹ്മണ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ MM പരീതപിള്ള. ഇപ്പോഴത്തെ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്. അപ്പം നമുക്ക് ഒന്നും കൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ V രാമസുബ്രഹ്മണ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ MM പരീതപിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്. നിങ്ങൾ ഈ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇത് ആരാണെന്ന് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ രംഗനാഥ മിശ്ര എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ്. നിലവിലത് V രാമസുബ്രഹ്മണ്യനാണെന്നും കേരള സംസ്ഥാനത്തിൻ്റെയാണ് MM പരീതപിള്ളയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ നിലവിലെ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് ആണെന്നും ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗി. ധനകാര്യ കമ്മീഷന്റെ 15ാമത്തെ അധ്യക്ഷനാണ് NK സിംഗ്. ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗം. ധനം കയ്യിൽ വരുന്നതൊക്കെ ഒരു നിയോഗമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗി. ധനകാര്യ കമ്മീഷന്റെ 15ാമത്തെ അധ്യക്ഷനാണ് NK സിംഗ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ വജ്ജഹത്ത് ഹബീബുള്ള. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? വജ്ജഹത്ത് ഹബീബുള്ള. വജ്ജഹത്ത് ഹബീബുള്ള. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. അപ്പം നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആരാന്ന് നോക്കാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ പാലാട്ട് മോഹൻദാസ് ആദ്യത്തത്. നിലവിലെത്തത് V ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ V ഹരിനായർ. അപ്പം നമുക്ക് ഒന്നും കൂടി നോക്കാം. കേരള സംസ്ഥാന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ V രാമസുബ്രഹ്മണ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ MM പരീതപിള്ള. നിലവിലെ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്. ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗി. ധനകാര്യ കമ്മീഷന്റെ 15ാമത്തെ അധ്യക്ഷൻ NK സിംഗ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ വജ്ജഹത്ത് ഹബീബുള്ള. നിലവിലെ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസ്. നിലവിലെ അധ്യക്ഷൻ V ഹരിനായർ.
കേരള ലോകായുക്ത ആദ്യത്തേത് PC ബാലകൃഷ്ണൻ. കേരള യോഗായുക്ത ആദ്യത്തേതാരാണ്? കേരള ലോകായുക്ത ആദ്യത്തേത് PC ബാലകൃഷ്ണൻ. നിലവിലത്തെ ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്ത ഫസ്റ്റ് ആരാണ്? PC ബാലകൃഷ്ണൻ. നിലവിലെ കേരള ലോകായുക്തയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജയന്തി പട്നായിക്. നിലവിലെ അധ്യക്ഷർ രേഖ ശർമ്മ മാറിയിട്ടുണ്ട്. വിജയ് കിഷോർ രഹത്കർ. കേരള ലോകായുക്ത ആദ്യത്തേത് PC ബാലകൃഷ്ണൻ. നിലവിലെ കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ രേഖ ശർമ്മ മാറി വിജയ് കിഷോർ രഹത്കർ ആയിട്ടുണ്ട്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ സതീദേവി. അപ്പോൾ ഒന്നുകൂടി നോക്കാം, വനിതാ കമ്മീഷന്റെ കാര്യങ്ങൾ മാത്രം നോക്കാം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്. നിലവിലെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. രേഖ ശർമ്മ മാറി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. നിലവിലെ അധ്യക്ഷ സതീദേവി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നമുക്ക് പോകാം. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സുകുമാർ സെൻ. നിലവിലെത്തത് 25ാമത്തെ അധ്യക്ഷനായ രാജീവ് കുമാർ ആണ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സുകുമാർ സെൻ. നിലവിലെ അധ്യക്ഷൻ രാജീവ് കുമാർ. സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ MSK രാമസ്വാമി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ A ഷാജഹാൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നമുക്ക് പോകാം. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സുകുമാർ സെൻ. നിലവിലെ അധ്യക്ഷൻ രാജീവ് കുമാർ 25ാമത്തെ അധ്യക്ഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ MSK രാമസ്വാമി. നിലവിലെ അധ്യക്ഷൻ A ഷാജഹാൻ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആദ്യത്തേത് നെട്ടൂർ ശ്രീനിവാസ റാവു. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രദീപ് കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ ആദ്യത്തേത് നെട്ടൂർ ശ്രീനിവാസ റാവു. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രദീപ് കുമാർ ശ്രീവാസ്തവ. UPSCയുടെ ആദ്യത്തെ അധ്യക്ഷൻ സർ റോസ് ബാർക്കർ. UPSCയിലെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ മനോജ് സോണി. ഇനി നമുക്ക് വനിതാ കമ്മീഷൻ ഒന്നും കൂടി നോക്കാം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജയന്തി പട്നായിക്. നിലവിലെ അധ്യക്ഷൻ രേഖ ശർമ്മ മാറി വിജയ് കിഷോർ രഹത്കർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ P സതീദേവി. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കാം. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ. നിലവിലെത്തത് രാജീവ് കുമാർ 25ാമത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെത് ആദ്യത്തെ MSK രാമസ്വാമി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ A ഷാജഹാൻ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആദ്യത്തേത് നെട്ടൂർ ശ്രീനിവാസ റാവു. ഇപ്പോഴത്തെ പ്രദീപ് കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആദ്യത്തേത് നെട്ടൂർ ശ്രീനിവാസ റാവു. നിലവിലെത്തത് പ്രദീപ് കുമാർ ശ്രീവാസ്തവ. UPSCയുടെ ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ. UPSCയുടെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ മനോജ് സോണി. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. PDF ഒക്കെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. Okay, thank you for watching.